ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. ഇന്ന് ഈ ഒരു പർപ്പിൾ കളറ് ബർത്ത്ഡേ ഫ്രോക്കിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് മുമ്പ് തന്നെ നമ്മളുടെ ക്ലോത്ത് ഫാമിലി ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ വക വലിയൊരു താങ്ക്സ്. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ ഇത്. ദുബായിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ഓർഡർ വന്നതാണത്. അപ്പോൾ നമ്മളൊരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു സാറ്റിനിൽ വരുന്ന ഒരു ഫ്രോക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അടിയിൽ നെറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സാറ്റ് ഞാൻ 2 മീറ്ററും നെറ്റ് 7 മീറ്ററും എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഹോഴ്സ് ബ്രൈഡ് നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ യോക്ക് ലെങ്ത്ത് കൊടുക്കുന്നത് 9 ഇഞ്ചിലാണ്. ഷോൾഡർ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ 4 ഇഞ്ച് ഷോൾഡറും മിഡാം ഹോൾ ലെങ്ത്ത് 4 ഇഞ്ച് തന്നെ കൊടുത്തു. ചെസ്റ്റ് അളവ് വരുന്നത് നമ്മളുടെ 5 ഇഞ്ചാണ്. അതായത് ഫോൾഡ് ചെയ്തിട്ട് 5 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ നമ്മളുടെ റൗണ്ട് വരുന്നത് ലൂസ് അടക്കം 20 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ നോർമലി ഒരു വയസ്സായിട്ടുള്ള ഒരു കുട്ടികൾക്കൊക്കെ 17 ഇഞ്ച് 18 ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരിക. 2 ഇഞ്ചോളം ലൂസ് നിങ്ങൾ കൊടുത്തോളൂ. കുട്ടികൾക്ക് ഓവർ ടൈറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 20 ഇഞ്ചിൽ നമുക്ക് ചെയ്തെടുക്കാം. യോക്കിൻ്റെ അവിടെയും നമ്മൾ റൗണ്ട് ഈ സെയിം തന്നെയാണ് കൊടുത്തേണ്ടത്. ബാക്കിൽ ഞാൻ വള്ളി വെക്കണോണ്ട് നമുക്ക് ഇത്തിരി ലൂസായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ സെയിം എലമെൻസൊക്കെ അടയാളപ്പെടുത്തി നോർമലി നമ്മൾ കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഈ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് നമ്മൾ ബാക്ക് പോർഷനും അടയാളപ്പെടുത്തുക. അപ്പോൾ ഞാൻ വള്ളിയാണ് നമ്മളുടെ നെക്കിൻ്റെ പോർഷനിൽ കൊടുക്കുന്നത്. അതൊരു 3 ഇഞ്ച് ലെങ്ത്തിൽ അടയാളപ്പെടുത്തിയിട്ട് അതും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലും നമ്മൾ ഈ ഒരു നെക്കിൻ്റെ പോർഷൻ മാർക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ട്രേസിംഗ് വീൽ യൂസ് ചെയ്തിട്ട് നമ്മൾ കൃത്യം അളവ് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളുടെ സാറ്റിനാണ് നമ്മൾ അംബ്രല്ലയിൽ കൊടുക്കുന്നത്. അപ്പോൾ യോക്ക് പോർഷനിലും മെയിൻ സാറ്റിൻ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മളുടെ അടിയിൽ നമ്മുടെ ലൈനിങ് ആയിട്ട് നമ്മൾ ഈ സാറ്റിൻ തന്നെയാണ് യൂസ് ചെയ്യണത്. അത് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഫുൾ സർക്കിളിലാണ് മാർക്ക് ചെയ്തെടുത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ റൗണ്ട് നമുക്ക് ഫുൾ റൗണ്ട് വരുന്നത് ഒരു 5.5 ഇഞ്ച്, 4ആയിട്ട് മടക്കിയിട്ട് 5.5 ഇഞ്ച് വരുമ്പോൾ നമുക്ക് ഒരു 22 ഇഞ്ച് ലൂസ് വരും. അപ്പോൾ നമ്മുടെ സിബ് അടക്കം നമുക്ക് കൃത്യത്തിൽ ഇടാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ മുകളിൽ നമുക്ക് ലെങ്ത്ത് കിട്ടിക്കോളും. അടിയിൽ ഫുൾ ലെങ്ത്ത് നമ്മൾ സാറ്റിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 16 ഇഞ്ചാണ്. വിത്ത് സെയിം എലമെൻസ് അടക്കമാണ് നമ്മൾ 16 ഇഞ്ച് അടയാളപ്പെടുത്തിയാണത്. അത് ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നെറ്റാണ് കട്ട് ചെയ്യണത്. ഏറ്റവും അവസാനത്തെ ലെയർ ഞാൻ ഫ്രിൽസ് ഇട്ടിട്ടാണ് നെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, 16 ഇഞ്ച് നമ്മൾ സാറ്റിൻ എടുത്താൽ സാറ്റിനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ നമ്മൾ നമ്മുടെ നെറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു 17 ഇഞ്ചിൽ ഇതുപോലെ നമ്മളൊരു 4-5 പീസ് കട്ട് ചെയ്തെടുക്കുക. അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചാണ്. നിങ്ങൾക്ക് എത്ര പൊന്തി നിൽക്കണം എന്നതനുസരിച്ച് നിങ്ങൾ അത്രയും പീസ് എടുത്തിട്ട് ഫ്രിൽസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മൾ ഫുൾ സർക്കിളിൽ, അതായത് മുകളിൽ നമ്മൾ കട്ടിങ് കൊടുക്കണില്ല, ഒരു 12 ഇഞ്ചിൽ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഫുൾ സർക്കിളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സർക്കിൾ പീസ് വെച്ചിട്ടാണ് മുകളിൽ ആ ഹോഴ്സ് ബ്രൈഡ് നെറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലത്തെ ഈ ഫുൾ സർക്കിൾ നമ്മളൊരു ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ മുകളിലോട്ടാക്കിയിട്ടാണ് നമ്മൾ വെക്കുക. അപ്പോൾ 12 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കയറ്റിറക്കത്തിൽ ഹൈലോയിൽ ചെയ്യുമ്പോൾ അത് 16 ഇഞ്ച് താഴ്ത്തോട്ട് വരും. അടിയിലത്തെ ആ ഒരു ഇറക്കം മുകളിൽ നമ്മൾ കയറ്റി വെക്കുന്നത് അത് നമുക്കൊരു 4 ഇഞ്ചോളം കുറവിൽ തന്നെ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പീസ് നമ്മളൊരു 5 എണ്ണം കട്ട് ചെയ്തെടുക്കുക. ശേഷം നമ്മുടെ സാറ്റിനിൽ നമ്മൾ ഇതുപോലെ നമ്മളുടെ മെയിൻ പീസ് നമ്മൾ ബാക്കും ഫ്രണ്ടും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നെക്ക് മാർക്ക് ചെയ്തത് സെയിം എലമെൻസ് വിട്ടിട്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഷോൾഡറിൻ്റെ പോർഷനിൽ ആ വള്ളി ഉണ്ടല്ലോ, അത് നമ്മളൊരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് മാക്സിമം വരണ വിട്ടിൽ നമ്മൾ 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ക്യാൻവാസ് നമ്മൾ സ്ട്രെയിറ്റിലാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അത് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമ്മളുടെ ആ ഷോൾഡറിൻ്റെ വിട്ട് അനുസരിച്ച് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ക്യാൻവാസ് കട്ട് ചെയ്ത് സ്റ്റീം ചെയ്ത് വയ്ക്കുക. ശേഷം നമ്മൾ നമ്മുടെ ലൈനിങ് മെയിൻ പീസായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യണത്. അത് നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ 4 വശവും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക. ബാക്കും ഫ്രണ്ടും അറ്റാച്ച് ചെയ്തെടുക്കുക. ഒത്തിരി പേര് എനിക്ക് കമൻസിലൂടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നുണ്ട്, പീറ്റർ പാൻ കോളർ വെച്ചിട്ടൊരു ഉടുപ്പ് ചെയ്യുമോ, പിന്നെ 1 വയസ്സുള്ള കുട്ടികളുടെ ഉടുപ്പ്. അത് നമ്മൾ ചെയ്യാം കേട്ടോ. കാരണം നമുക്കിതിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് വരുന്നതാണ് ഞാനിതിൽ ചെയ്ത് കാണിക്കണത്. അപ്പോൾ അടുത്ത് തന്നെ ഞാൻ പീറ്റർ പാൻ കോളറിൻ്റെ ആണെങ്കിലും ഷർട്ട് കോളറിൻ്റെ ആണെങ്കിലും ഡിസൈൻ വെച്ചിട്ടുള്ള ഫ്രോക്കുകൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇടാം കേട്ടോ.
നമ്മൾ നോർമലി നമ്മുടെ ബാക്കിലെ സിബ് വെക്കാനുള്ളത് ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യാണ് ചെയ്യണത്. ഇതിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം നമ്മൾ ഷോൾഡറിൽ വെക്കാനുള്ള ഒരു ബാൻഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അത് ഇതുപോലെ നമുക്കൊരു 1 ഇഞ്ച് മാക്സിമം അല്ലെങ്കിൽ 1.25 ഇഞ്ച് മാക്സിമം അത് ഇട്ടിട്ട് വിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം ഞാനതിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. വിട്ട് കൂടും തോറും നമുക്ക് അതിനൊരു ഭംഗി എപ്പോഴും കുഞ്ഞു കുട്ടികൾക്ക് ആ ഒരു അത്രയും തന്നെ ഒരു വിട്ടിൽ കൊടുക്കുന്നതാണ്. അതിനുശേഷം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ അത് തിരിച്ചു മറിച്ചെടുക്കാം. തിരിച്ചു മറിച്ചെടുത്തതിന് ശേഷം അയൺ ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം അയൺ ചെയ്താലാണ് അത് നല്ല ഭംഗിയിലും വൃത്തിയിലും നിൽക്കുള്ളൂ. ശേഷം നമ്മുടെ യോക്ക് പോർഷനിൽ വരുന്ന ആം ഹോളിൻ്റെ കട്ടിങ് ഉണ്ടല്ലോ, അതൊരു ക്രോസ് പീസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആദ്യമേ തന്നെ ഫിനിഷ് ചെയ്യണം. നെക്ക് ഫിനിഷ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മളുടെ ഈ ആം ഹോൾ നമ്മൾ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. ഫ്രണ്ടിലെ പോലെ തന്നെ ബാക്ക് പോർഷനും നമ്മൾ ഇതുപോലെ ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു നമ്മൾക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ സ്റ്റിച്ചിങ് ടൈം എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ആദ്യത്തെ വീഡിയോ ആണ് 20 മിനിറ്റിന് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇച്ചിരി ലെങ്തി ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങളിത് ഫുള്ള് കണ്ടെങ്കിൽ തന്നെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും ആ ഒരു കട്ടിങ്ങിൻ്റെയും ഇത് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ബാൻഡ് വെക്കാനുള്ള വിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു 2 ഇഞ്ച് സെൻറ്റർ കണ്ടിട്ട് നമ്മളുടെ ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്റർ കണ്ടിട്ട് 2 ഇഞ്ച് രണ്ട് സൈഡിലോട്ട് നീക്കി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നമ്മളുടെ ഈ ബാൻഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ കെട്ടണ ഈ ഒരു ഷോൾഡറിൻ്റെ പോർഷനിൽ വരുന്ന ബാൻഡ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കാരണം ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സീം എലമെൻറ്റ്സ് ഉള്ളിലോട്ട് കവർ ചെയ്തടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സൈഡിലും ഫ്രണ്ട് പോർഷനിൽ തന്നെ ആദ്യം ഇതുപോലെ നമ്മളുടെ ഈ ബാൻഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്യാൻവാസ് വെച്ചടിക്കുന്നത്. അപ്പോൾ ക്യാൻവാസ് നമ്മൾ സ്ട്രെയിറ്റിലാണ് കട്ട് ചെയ്തെടുത്താണത്. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് അടിച്ചിട്ട് മറ്റേ സൈഡ് നമ്മൾ അടിക്കാനുള്ള സീം എലവൻസ് ആണ് വിട്ടേണത്. അപ്പോൾ നമ്മളുടെ ഈ ബാൻഡ് നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ക്യാൻവാസ് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ വള്ളിയുടെ ഒരു അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, കവർ ചെയ്തടിച്ചാൽ ആ സെൻറ്റർ പോർഷനിൽ ഒരു സ്റ്റിച്ചിങ് ഇല്ലാതെ കൃത്യമായിട്ട് ഫിനിഷിങ്ങിൽ നമുക്ക് ഈ ഒരു ബാൻഡ് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ശേഷം നമ്മൾ ബാക്ക് പോർഷനിലാണ് അറ്റാച്ച് ചെയ്യണത്. അത് ഇതുപോലെ നല്ല വശത്തിനോട് നല്ല വശം വെച്ച് ഇതുപോലെ തന്നെ അടിയിലോട്ട് നമ്മളുടെ ആ ഒരു ബാൻഡ് വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷനിലും അറ്റാച്ച് ചെയ്തെടുക്കുക. ശേഷം നമ്മളുടെ ക്യാൻവാസും ബാക്ക് പോർഷനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ ബാൻഡ് വരാനുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നിടത്തൊരു ടോപ്പ് സ്റ്റിച്ച് കാണും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്തിട്ട് ബാൻഡ് ചെയ്യണതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ സിബ് അടിക്കാനുള്ള ആ സെൻറ്റർ കട്ടിങ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആദ്യമേ തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതാവുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ആ ഒരു ക്യാൻവാസിൻ്റെ ആ ഒരു ലെവല് നമുക്ക് മാറിപ്പോവാതെ തന്നെ കൃത്യമായിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ നമ്മുടെ സൈഡ് അടിച്ച് ഫിനിഷ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് കവർ ചെയ്ത് അടിക്കണമെങ്കിൽ അടിക്കാട്ടെ. ഞാനിതിൽ കവർ ചെയ്ത് അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് സ്ട്രെയിറ്റ് പീസ് ഉണ്ടല്ലോ, നമ്മളുടെ ആ ഒരു നെറ്റിൻ്റെ സ്ട്രെയിറ്റ് പീസ്, അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഫ്രിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളുടെ ഏറ്റവും അടിയിലത്തെ ഭാഗമാണ് ഈ ഫ്രിൽ പോർഷൻ വരുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എത്ര തിക്ക് വേണം എന്നതനുസരിച്ച് നിങ്ങൾക്ക് ഫ്രിൽസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഫ്രില്ലിട്ടതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി ഒന്ന് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ യോക്കിൻ്റെ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, അത് വരണത് 20 ഇഞ്ചാണ്. നമ്മുടെ സീം അലവൻസ് അടക്കം 22 ഇഞ്ച് പ്രോബ്ലം ഇല്ല. അപ്പോൾ ആ 22 ഇഞ്ച് തന്നെയാണ് അടിയിലെ ഫ്രിൽ പോർഷനും വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടും അതിനേക്കാളും കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ആ ഫ്രില്ല് ഒന്നും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഹോഴ്സ് ബ്രൈഡ് നെറ്റ് നമ്മൾ ഈ ഫ്രില്ലിട്ട പോർഷൻ്റെ ആദ്യം നമ്മൾ മുകളിൽ വെച്ചടിക്കണം. നല്ല ഭാഗത്ത് ഇതുപോലെ ഒരു
4 ഇഞ്ച് വിട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് തിരിച്ച് റോങ് സൈഡിലോട്ട് തിരിച്ചിട്ടാണ് നമ്മൾ അടിക്കണത്. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതും ഫിനിഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഞാനത് തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഈ ഹോഴ്സ് ബ്രൈഡ് നെറ്റ് എടുത്തോളും. നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണത്, കത്തിപ്പോവരുത്. നിങ്ങളുടെ അയൺ ബോക്സിൻ്റെ ഒരു ചൂടനുസരിച്ച് നല്ല രീതിയിലൊന്ന് അയൺ ചെയ്തെടുത്താൽ അത് കൃത്യമായിട്ട് കിടന്നോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ആ ഒരു സർക്കിൾ പോർഷൻ ഉണ്ടല്ലോ, ഒരു 5 പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണത്. ഇതുപോലെ അതിൻ്റെ നല്ല വശത്ത് ഈ ഹോഴ്സ് ബ്രൈഡ് നെറ്റ് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് സീം അലവൻസോട് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു നെറ്റ് നമ്മൾ റൗണ്ട് പോർഷനിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹോഴ്സ് ബ്രൈഡ് നെറ്റ് ഒന്ന് വളച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് തന്നെ വന്നോളൂ കേട്ടോ. വലിഞ്ഞ് വരുന്ന ടൈപ്പാണ് ഈ നെറ്റ്, അതുകൊണ്ട് അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. എൻഡ് പോർഷൻ തീരാറാവുമ്പോഴാണ് ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അവിടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ചിങ് അവസാനിപ്പിച്ചിട്ട് അതിൻ്റെ കൃത്യത്തിൽ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ ഒരു 2 നെറ്റും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. അത് നിങ്ങളുടെ റോങ് സൈഡും റൈറ്റ് സൈഡും നോക്കിയിട്ട് വേണം നിങ്ങൾ ജോയിൻ ചെയ്തെടുക്കാൻ. ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ആ സീം എലമെൻറ്റ്സ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ എൻഡ് പോർഷൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുത്തിക്കൊള്ളില്ല, അല്ലെങ്കിൽ നമുക്കത് ആ ഒരു നെറ്റ് ഇങ്ങനെ പിന്നി പോരാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യണത്. അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ച പോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. നല്ല വശത്ത് ഇതുപോലെ വെച്ച് അടിച്ചതിന് ശേഷം നമ്മൾ റോങ് സൈഡിലോട്ട് ഇത് തിരിച്ചെടുത്ത് അടിക്കുകയാണ് ചെയ്യണത്. അതിന് മുമ്പ് നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 4 ഇഞ്ചാണ് വിട്ടതെങ്കിൽ എക്സ്ട്രാ നിൽക്കുന്ന ആ സീം എലമെൻറ്റ്സ് എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളയാൻ മറക്കരുത്. കാരണം കൂടുതൽ നിൽക്കണമെങ്കിൽ അത് അടിയിൽ കൂടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെറ്റാണ്, അപ്പോൾ അതിൽ കൂടെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി നല്ല രീതിയിൽ ഫിനിഷിങ് വരാനായിട്ട് നിങ്ങൾ വിട്ടേണ ആ സീം എലമെൻറ്റ്സ് സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചു മറിച്ചടിക്കാം. ഫുൾ സർക്കിൾ ഇതുപോലെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ഹൈലോ ഡിസൈനിലാണ് ചെയ്യണത്. അതിൻ്റെ ഒരു ലെങ്ത്ത് എടുത്തിട്ട് നിങ്ങൾ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് ഫ്രിൽസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി നിങ്ങൾക്ക് ആ ഒരു ഫ്രില്ലിട്ട പോർഷനിൽ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ സെൻറ്ററിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് നിങ്ങൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിച്ച് വെച്ചേണ ആ ഒരു സ്ട്രേറ്റ് പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ബ്രൈഡ് നെറ്റും കൂടി വെച്ചേണ ആ ഫ്രിൽസ് ഇട്ട് കൊടുത്തേണ ആ നെറ്റിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുത്തേണ ഈ സർക്കിൾ പോർഷൻ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ബോൾ പിന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ പിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 20 ഇഞ്ചാണ് നമ്മുടെ ആ റൗണ്ട് വരണമെങ്കിൽ അതിന് നിങ്ങൾ ഈക്വലി ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു 4 ഇഞ്ച് വീതം ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5 പീസ് നമുക്ക് കൃത്യത്തിൽ വെക്കാൻ പറ്റും. അപ്പോൾ 4 ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ ഈ ഓരോ പീസും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്താണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ ഒരു വേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ വെക്കണ ഒരു വിട്ട് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആ വിട്ടിനെ ഈക്വലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പീസാണോ വെക്കണത് ആ പീസ് വെച്ച് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ലെങ്ത്തിൽ നമ്മൾ ഈ ഒരു സർക്കിൾ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതിനുശേഷം നമ്മൾ സാറ്റിനായിട്ട് ഇത് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മെയിൻ പീസ് നമ്മൾ ഇത്രയും അറ്റാച്ച് ചെയ്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സാറ്റിനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ അടിയിൽ കോട്ടനൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഓൾറെഡി നമുക്ക് സോഫ്റ്റ് സാറ്റിനാണ്, വെഡ്ഡിങ് സാറ്റിനാണ് എടുത്തത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോട്ടൺ കൊടുത്താൽ മതി. ഞാൻ മുകളിലെ പീസിൽ മാത്രമാണ് കോട്ടൺ കൊടുത്തത്, താഴെ ഞാൻ കോട്ടൺ കൊടുത്തിട്ടില്ല കേട്ടോ. അതിനുശേഷം യോക്ക് പോർഷൻ നമ്മളുടെ ഈ അടിയിലത്തെ പോർഷനായിട്ട് അറ്റാച്ച് ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത്. ചെറുതായിട്ട് നല്ല രീതിയിൽ തന്നെ, ചെറുതായിട്ടല്ല നല്ല രീതിയിൽ തന്നെ കട്ടി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചൊന്ന് അടിച്ചാൽ മതി. ആ പ്ലീറ്റ് ഇട്ടാണ് പോർഷൻ കൂടുതൽ ചുളുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് തന്നെ ഒന്ന് അടിച്ചോളൂ. അല്ലെങ്കിൽ കയറി പിടിക്കാനുള്ളൊരു ചാൻസ് ഒക്കെ ഇതിലുണ്ട്. കാരണം ഇത്രയും മെറ്റീരിയൽസ് വരുന്നതല്ലേ. അപ്പോൾ അത് നോക്കിയൊന്ന് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തോളൂ.
അതിനുശേഷം നമ്മൾ ഓഫ് ഷോൾഡറിൽ വരുന്ന ഒരു സ്മോക്കിങ്ങിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ക്രോസിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കണത്. ക്രോസിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി, സ്ട്രേറ്റിനേക്കാളും ബെറ്റർ ക്രോസ് ആയിരിക്കും. അതൊരു 7 ഇഞ്ച് വിട്ടിൽ നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം അതിൻ്റെ നല്ല വശത്താണ് കേട്ടോ അടയാളപ്പെടുത്തേണ്ടത്, റോങ് സൈഡിലല്ല, റൈറ്റ് സൈഡിൽ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാഞ്ഞു പോകുന്ന ചോക്ക് കൊണ്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട്. അതിന് ശേഷം ആ മാർക്ക് ചെയ്തിടത് ഈക്വലായിട്ട് നമ്മൾ ഒരു 4 or 5 ഫ്ലവേഴ്സ് വരാവുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്ര ഫ്ലവേഴ്സാണോ വേണ്ടത് അത് ഈക്വലായിട്ട് ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു സ്ക്വയർ പീസ് ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഞാൻ 2 ഇഞ്ചിലാണ് സ്ക്വയർ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് 1.5 ഇഞ്ചിനേക്കാളും കുറവ് കൊടുക്കണ്ട, കാരണം അവിടെ ഒരു ഫ്ലവർ ഡിസൈൻ വരണം. അപ്പോൾ 2 ഇഞ്ചിൽ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്തെടുത്തോളൂ. ഇതുപോലെ നമ്മളൊരു ഈക്വൽ ഡിസ്റ്റൻസിൽ 2 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ സ്ക്വയർ മാർക്ക് ചെയ്തെടുക്കാം. ശേഷം അതിൻ്റെ ആ ഒരു എൻഡ് ഉണ്ടല്ലോ, ആ കട്ട് ചെയ്ത് വെച്ചാൽ ആ ക്രോസ് പീസിൻ്റെ എൻഡ് ഇതുപോലെ നമ്മളൊന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യണത്. ഇൻ്റർലോക്കിംഗ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. എൻ്റെ കയടായിരിക്കണം, കാരണം ഞാൻ ഇൻ്റർലോക്കിംഗ് അല്ല ചെയ്തതാണ്. ചെറുതായിട്ട് നന്നായി ഫോൾഡ് ചെയ്ത് മടക്കി ചെറുതായിട്ട് അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇൻ്റർലോക്കിംഗ് ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം ഒരു തവണ മടക്കിയിട്ട് പിന്നീട് ഒന്നും കൂടി മടക്കി ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചാൽ സ്ക്വയർ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എൻഡ് നല്ല രീതിയിൽ സ്റ്റാർട്ടിങ് കെട്ടിട്ടതിന് ശേഷം ഇതുപോലെ ആ സ്ക്വയർ പീസ് നമ്മൾ ഇങ്ങനെ തുന്നിയെടുക്കുക. അതിനുശേഷം ആ തുന്നിയത് നമ്മൾ വലിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ നോർമലി ചെയ്യുന്ന സ്മോക്കിംഗ് ഉണ്ടല്ലോ, ആ സ്മോക്കിങ്ങിൻ്റെ പോലെ തന്നെ അത് വലിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലവർ ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ആയി വരും. അതാണ് ഞാൻ ഈ ഓഫ് ഷോൾഡറിൽ ചെയ്തെടുത്തത്. അതിൻ്റെ സെൻറ്ററിൽ പിന്നീട് ഏറ്റവും അവസാനം ഞാനൊരു പേളും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഈ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ വിട്ടേന സ്ക്വയർ പീസ് ഇതുപോലെ നമ്മൾ തുന്നിയെടുത്തിട്ട് സ്മോക്കിംഗ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ മാഞ്ഞു പോകുന്ന ചോക്ക് കൊണ്ട് തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ, പേന കൊണ്ടൊന്നും ഒരാളും മാർക്ക് ചെയ്യരുത്, കാരണം പോകില്ല അതിൻ്റെ ആ കളർ ഷെയ്ഡ്. നമ്മൾ ഈ ഫ്ലവർ ആക്കി വന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മാഞ്ഞു പോകുന്ന രീതിയിലുള്ള ചോക്കായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യണേ, കാരണം റൈറ്റ് സൈഡിലാണ് നമ്മൾ ഈ ഒരു സ്ക്വയർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം 2 ഇഞ്ചിൽ നമ്മൾ ഓഫ് ഷോൾഡർ ഈ ഒരു സ്മോക്കിംഗ് പോർഷൻ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്തിട്ട് തിരിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. അതും അയൺ ചെയ്യാൻ മറക്കരുത്, കാരണം ആ ഒരു പോർഷനിലാണ് ചുളിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ സ്മോക്കിങ്ങിൻ്റെ അത് തുന്നി കൊടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പോർഷനിലാണ് നമ്മൾ സ്മോക്കിംഗ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് മറിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ നല്ല രീതിയിലൊന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പീസിൻ്റെ അളവ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ, അത് പ്ലസ് നമ്മളുടെ സ്ലീവിൻ്റെ റൗണ്ടും കൂടി ആഡ് ചെയ്യണം. 2 സ്ലീവിൻ്റെ ഇപ്പോൾ 6 ഇഞ്ച് ആണെങ്കിൽ 6 ഇഞ്ച് ഒരു സ്ലീവിനും 6 ഇഞ്ച് മറ്റേ സ്ലീവിനും വരുന്നുണ്ട്. അപ്പോൾ 12 ഇഞ്ച് ചെസ്റ്റ് അളവിൻ്റെ കൂടെ കൂട്ടിയിടണം. അപ്പം നിങ്ങളുടെ കുട്ടിക്ക് എങ്ങനെയാണോ സ്ലീവിൻ്റെ ആ ഒരു റൗണ്ട് കൈ അനക്കാനൊക്കെ എങ്ങനെയാണോ കംഫർട്ട്, അതനുസരിച്ചുള്ള ഒരു ലൂസ് നമ്മൾ ആ സ്ലീവിൻ്റെ പോർഷനിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. കാരണം ഓഫ് ഷോൾഡറായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോണത്. അപ്പോൾ കൈ അനക്കാനുള്ള കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ ആ ഒരു ലൂസ് ഇടണം. അതിനുശേഷം നമ്മൾ ആ ചെസ്റ്റിൻ്റെ അവിടം വരെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആം ഹോളിൻ്റെ അവിടെ വരുമ്പോൾ ഇതുപോലെ നമ്മൾ വിട്ടേണ ലൂസ് ഒരു 6 ഇഞ്ചാണ് വിട്ടേണേ, അല്ലെങ്കിൽ 7 ഇഞ്ചാണ് വിട്ടേണെങ്കിൽ ആ ഒരു 7 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ റൗണ്ടിൽ അവിടെ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ കൈ പോണത്. അപ്പോൾ അവിടെ ഇതുപോലെ നമ്മൾ വിട്ട് കൊടുത്തിട്ട് നമ്മളുടെ ഫ്രണ്ട് പോർഷനിലെ ചെസ്റ്റും കൂടി നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇത് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ ഇത് വന്നോളൂ കേട്ടോ.
അതിനുശേഷം നമ്മൾ സ്മോക്കിംഗ് ചെയ്ത് വെച്ചാണ് ഈ ഒരു പോർഷൻ്റെ എൻഡ് പോർഷൻ ഉണ്ടല്ലോ, അതിനോടൊപ്പമാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സിബ് വരണ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ഒന്ന് ആ രണ്ട് ഭാഗത്തെയും രണ്ട് പോർഷൻ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചാണ് ആ പീസിൽ നമ്മൾ ഇതെല്ലാം ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളുടെ ആ ഫ്ലവർ പോർഷൻ വരുന്ന അതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചാണ് ആ പീസിൽ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക. അത് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ചെറിയൊരു ലൂസൊക്കെ ഇട്ട് തുന്നിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇത് ഫോൾഡ് ചെയ്ത് വന്നോളൂ കേട്ടോ. സ്മോക്കിംഗ് പോർഷൻ നമ്മൾ ഹെം ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ. സിബിൻ്റെ കാരണം അതിൻ്റെ ആ ഒരു ഫിനിഷിങ്, സ്മോക്കിങ്ങിൻ്റെ എൻഡ് പോർഷൻ ഈ സിബോട് കൂടിയിട്ടാണ് അറ്റാച്ച്മെൻറ്റ് വരുന്നത്. ഇതിൻ്റെ ഷോൾഡറിൻ്റെ പോർഷൻ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഹാൻഡ് വർക്ക് ചെയ്യണമെന്ന്. അപ്പം ഞാനൊരു ഇച്ചിരി വലിയ സൈസുള്ള ഒരു പേളും ചെറിയ സൈസുള്ള 2 സൈസുള്ള പേളാണ് എടുത്തേണ്ടത്. ഇതുപോലെ തുന്നി കൊടുക്കുകയാണ് ചെയ്തേണ്ടത്. അപ്പോൾ നല്ല തിക്കിൽ തന്നെ നമ്മൾ ഈ ഒരു പേള് നമ്മൾ തുന്നി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. അതിനുശേഷം ഒരു റെയിൻബോ ഷെയ്ഡ് വരുന്ന കുറച്ചും കൂടി വലിയൊരു പേളാണ് ഞാൻ സ്മോക്കിങ്ങിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തേണ്ടത്. അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ചെറിയ പേളുകളുണ്ടെങ്കിൽ അത് വെച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലും ഇതുപോലെ നമ്മൾ ഒരു പേളും കൂടിയും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ തുന്നി വെച്ചാണ് ആ ഷോൾഡറിൻ്റെ പോർഷനിൽ ചെറിയൊരു ജ്വല്ലറി സ്റ്റോണും കൂടി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒന്ന് ഗം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഗം ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്